വാട്ട് ആ മൂവി മാൻ, വാട്ട് ആ മൂവി. ഒരൊറ്റ വാക്കിൽ ഈ മൂവി ഡിഫൈൻ ചെയ്യാൻ എന്നോട് പറയുവാണെങ്കിൽ ബ്രില്യൻറ്റ്. ബ്രില്യൻറ്റ് ഇൻ ടേംസ് ഓഫ് ആക്ടിങ്, in terms of direction, and in terms of how this entire movie is being narrated and is being executed. പുള്ളി അങ്ങനെ മനസ്സിലായില്ലെന്ന് തോന്നുന്നല്ലേ. രാവണൻ അസൽ രാവണൻ, 10 തല അവന് എന്ന് പറയുന്ന പോലെ തന്നെ പുള്ളി ഈ ഫിലിം ഡയറക്റ്റ് ചെയ്ത പുള്ളിയാണ്. ഈ പുള്ളി തന്നെയാണ് ഈ ഫിലിം എഴുതിയത്, പുള്ളി തന്നെയാണ് ഈ ഫിലിം പ്രൊഡ്യൂസ് ചെയ്തത്. ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞാൽ ബ്രില്യൻറ്റ്, വൺ ഓഫ് ദ ബെസ്റ്റ് ഡയറക്ടേഴ്സ്. ഇതിന് മുന്നേ പുള്ളി 2 ഫിലിംസാണ് ഇറക്കിയിട്ടുള്ളത്. ഒന്ന് ദുരന്തർ ഫസ്റ്റ് പാർട്ട്, അതിന് മുന്നേ ഇറക്കിയതാണ് ഉറി. ബ്യൂട്ടിഫുൾ 2 പടവും ഞാൻ കണ്ടു. ഉറി എന്ന സിനിമ ഞാൻ തിയേറ്ററിൽ ഇരുന്നാണ് കാണുന്നത്. എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു ഫിലിമാണ് ഉറി. എല്ലാം പുള്ളി ഇറക്കുന്ന ഫിലിംസ് എല്ലാം ഇതേ ജോൺറയാണ്. അത് എടുത്തു പറയേണ്ട ആളാണ് രൺവീർ സിംഗ്. യെസ്, ദ ബ്രില്യൻറ്റ് മാൻ, ദ ബ്രില്യൻറ്റ് പെർഫോമൻസ്. പുള്ളിയുടെ ഓൾമോസ്റ്റ് എല്ലാ ഫിലിംസും എനിക്ക് ഇഷ്ടമാണ്. വാട്ട് പെർഫോമർ എന്ന് പറഞ്ഞ ഒരു അടിപൊളി പെർഫോമൻസ്, അടിപൊളി. സ്റ്റാർട്ടിങ് ഫ്രം ദ ഫസ്റ്റ് ഷോട്ട് ടിൽ ഹിസ് ലാസ്റ്റ് ഷോട്ട് ഇൻ ദിസ് ഫിലിം ഇസ് ബ്യൂട്ടിഫുൾ. തന്ന പരിപാടി പുള്ളി നല്ല വൃത്തിയായിട്ട് അഭിനയിച്ച് കൊടുത്തിട്ടുണ്ട്. ഇറ്റ്സ് ബ്യൂട്ടിഫുൾ. ഇനിയും വരാൻ പോകുന്ന സമയം ഇസ് ഗോണ ബി ദ രൺവീർ സിംഗ് ഇയർ. പുള്ളി ഇനിയും എടുക്കാൻ പോകുന്ന പ്രൊജക്റ്റുകൾ കാര്യം എല്ലാം നെക്സ്റ്റ് ലെവലായിരിക്കും. ഇസ് ബെസ്റ്റ്. പിന്നെ അടുത്ത ആള് കാസ്റ്റിംഗിനകത്ത് എടുത്തു പറയേണ്ട ആളാണ് അർജുൻ രാംപാൽ. അത്ര ബ്യൂട്ടിഫുൾ ആയിട്ട് ഇതിനകത്ത് അഭിനയിച്ചിട്ടുണ്ട്. പുള്ളിയുടെ സ്ക്രീൻ ടൈം സെക്കൻഡ് പാർട്ടിൽ നല്ലപോലെ ഉണ്ട്. രൺവീർ സിംഗിന്റെ കൂടെ തന്നെ സ്റ്റാർട്ടിങ് തൊട്ട് എൻഡിങ് വരെ പുള്ളിയുണ്ട്. പുള്ളി നല്ല വൃത്തിയായിട്ട് അഭിനയിച്ചു. പുള്ളി ആസ് എ വില്ലൻ, എൻ്റെ പൊന്നു, ഫസ്റ്റ് പാർട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ പുള്ളിയുടെ ഒരു ടോർച്ചർ സീനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതാണെങ്കിൽ അച്ചാത്തി സീനാണ് എൻ്റെ അകത്ത്. പിന്നെ അക്ഷയ് ഖന്നയുടെ സീൻസ് ഒന്നുമില്ല ഈ ഫിലിമിൽ. ജസ്റ്റ് പുള്ളി ഒരു ഭാഗത്ത് മാത്രം 1-2 റെഫറൻസ് മാത്രമേ കണ്ടുള്ളൂ. അല്ലാതെ പുള്ളിയുടെ പരിപാടി എല്ലാം ഫസ്റ്റ് ഭാഗത്തിലുള്ളതേ ഉള്ളൂ. രണ്ടാമത്തെ ഭാഗത്തിൻ്റെ അകത്ത് പുള്ളി ഒന്നുമില്ല. പിന്നെ സഞ്ജയ് ദത്ത്, ബാബ ഓഫ് ബോളിവുഡ് എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ബാബ ഓഫ് ഇന്ത്യൻ സിനിമ. പുള്ളി ഇപ്പം തെലുങ്കിലും കന്നഡയിലും എല്ലായിടത്തും അടിച്ച് മെയ്യുമല്ലേ. നെക്സ്റ്റ് ലെവൽ. സഞ്ജയ് ദത്ത് ആസ് ദറ്റ് പോലീസ് ഓഫീസർ ഈസ് ACP. പുള്ളി വില്ലനായിട്ട് പുള്ളി ഡാർക്കാണ്. പുള്ളി വില്ലനല്ല, പുള്ളി ആസ് എ ഒരു മൈൻഡ് ഗെയിമും കാര്യങ്ങളും കൊടുക്കാനുള്ള ഒരു തന്ത്രശാലിയായ ഒരു കുറുക്കൻ ആണ് പുള്ളി. ഇതിൻ്റെ അകത്ത് അവിടെയും നിൽക്കും ഇവിടെയും നിൽക്കും. പക്ഷെ പുള്ളിക്ക് പണി കിട്ടിയ പുള്ളി തിരിച്ചും പണി കൊടുക്കും, അതാരായാലും. ബ്യൂട്ടിഫുൾ. പിന്നെ നമ്മുടെ മാഡി, ആർ മാധവൻ ഈ ഫിലിമിൽ പുള്ളി ആണെന്ന് ആരും പറയില്ല. ഇതുപോലൊരു റോള് ഞാൻ ആർ മാധവൻ പെർഫോം ചെയ്യുന്ന ഇതുവരെ ഞാൻ കണ്ടില്ല. മാഡി പുള്ളി ഭയങ്കര വൃത്തിയായിട്ട് ആ ക്യാരക്ടർ, ആ റോള് പുള്ളി വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട്. ബ്യൂട്ടിഫുൾ. പിന്നീട് എനിക്ക് കുറേ അധികം ഇഷ്ടപ്പെട്ട ഒരു ക്യാരക്ടറാണ് രാകേഷ് ബേഡിൻ്റെ ജമീൽ എന്ന ക്യാരക്ടർ. രാകേഷ് ബേഡിൻ്റെ പുള്ളിയുടെ കോമഡി, പുള്ളിയുടെ ടൈമിങ്ങും, പുള്ളി ഭയങ്കര തന്ത്രശാലി. പുള്ളിയുടെ ഒരു ട്വിസ്റ്റ് ഉണ്ട് എൻഡിൽ, നിങ്ങളത് കാണണം. നിങ്ങൾ ശരിക്കും പറഞ്ഞ് എൻ്റെ അമ്മോ ഇയാളും, അല്ലെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് തോന്നും. ഞാൻ കൂടുതലൊന്നും അതിനെപ്പറ്റി പറയുന്നില്ല, ചിലപ്പം എൻ്റെ വായിൽ നിന്ന് വന്നു പോകും. അതുകൊണ്ടാണ് ഞാൻ ഒന്നും പറയുന്നില്ല. നിങ്ങൾ കാണണം. ഹി ഈസ് നെക്സ്റ്റ് ലെവൽ. ഇത്രയും ഏജിൽ പുള്ളി ഇത്രയും വൃത്തിയായിട്ട് അഭിനയിക്കുന്നു. 1970s 1980s ആ കാലഘട്ടത്തിൽ ടെലിവിഷനിലും ഫിലിംസിലും എല്ലാം ആക്ട് ചെയ്ത പുള്ളി അങ്ങനെ സംവേറെ ഒരു 100-150 ഫിലിംസോളം ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് കുറേ നാളുകൾക്ക് ശേഷമാണ് പുള്ളി ഇൻഡസ്ട്രിയിലേക്ക് കയറി കഴിഞ്ഞപ്പം പുള്ളിക്ക് നല്ലൊരു പ്രൊജക്റ്റ് കിട്ടി. പുള്ളി അത് നല്ല വൃത്തിയായിട്ട് ചെയ്തു. ഹി ഈസ് സൂപ്പർബ് ഇൻ ദിസ് ഫിലിം. പിന്നെ എടുത്തു പറയേണ്ടത് നമ്മുടെ ആൻ മറിയ കലിപ്പിലെ
സാറ, യെസ്. അത് എനിക്കറിയില്ല ഫസ്റ്റ് ഫിലിം ആണോ അല്ലയോ എന്ന് സാറയുടെ, ബട്ട് ഷീ ഹാസ് ഓൾസോ ഡൺ എ ബ്യൂട്ടിഫുൾ ജോബ്. പുള്ളിക്കാരിക്കും നല്ല സ്ക്രീൻ സ്പേസ് ഉണ്ട് ഇതിൻ്റെ അകത്ത്. പിന്നെ സോ യെസ്, ഇതാണ് ബേസിക്കലി അബൌട്ട് ദുരന്തർ. ഇറ്റ്സ് എ മസ്റ്റ് വാച്ച്. നിങ്ങൾ അഥവാ ഫസ്റ്റ് പാർട്ട് കണ്ടിട്ടില്ലെങ്കിൽ ഏറ്റവും ആദ്യം നിങ്ങൾ ഫസ്റ്റ് പാർട്ട് കാണുക. കാരണം ഫസ്റ്റ് പാർട്ടും സെക്കൻഡ് പാർട്ടും നല്ല പോലെ റിലേറ്റഡ് ആണ്. ഇതിൻ്റെ അകത്ത് രൺവീർ സിംഗ് അല്ലെങ്കിൽ ഹംസയുടെ ക്യാരക്ടർ എങ്ങനെയാണ്, ഇതിന് മുന്നേ പുള്ളിക്ക് ഒരു പാസ്റ്റ് ഉണ്ട്, ആ പാസ്റ്റിനെ കുറിച്ചാണ് ഈ രണ്ടാം ഭാഗത്ത് സംസാരിക്കുന്നത്. പിന്നെ പുള്ളി സ്പൈ ആയിട്ട് പാകിസ്ഥാനിൻ്റെ അകത്ത് കുറേ കാര്യങ്ങൾ നമുക്ക് ഇന്ത്യയിലേക്ക് പറഞ്ഞു കൊടുക്കും. അത് പുള്ളി തരുന്ന കുറേ ഇൻഫർമേഷൻസ് ആണ് വാല്യുബിൾ ആയിട്ട് ഇന്ത്യൻ ബ്യൂറോസിനും ഇൻ്റലിജൻസിനും അത് യൂസ്ഫുൾ ആവുന്നത്. അപ്പം കുറേ റെഫറൻസ് ഉണ്ട്. നിങ്ങൾ ആ ഫുൾ ഫിലിം കാണുമ്പോൾ ഡിമോണിറ്റൈസേഷൻ്റെ സമയത്ത് ഉള്ള ഫേക്ക് കറൻസീസും അങ്ങനെ കുറേ മിലിറ്ററി ടെററിസ്റ്റ് ഓപ്പറേഷൻസും അങ്ങനെ കുറേ കാര്യങ്ങൾ പുള്ളി ആ സമയത്ത് പറഞ്ഞുകൊണ്ട് മാത്രമാണ്. പിന്നെ കുറേ എൻകൗണ്ടേഴ്സ് നടക്കുന്നുണ്ട്. അതൊക്കെയാണ് ബേസിക്കലി ഇതിൻ്റെ അകത്ത് രൺവീർ സിംഗ് അല്ലെങ്കിൽ ഹംസ ഒരു സ്പൈ ആയിട്ട് പാകിസ്ഥാനിൽ പോയി ചെയ്യുന്ന പരിപാടികൾ. പിന്നെ എടുത്തു പറയേണ്ടത് ഇതിൻ്റെ അകത്തെ മ്യൂസിക് ഡിപ്പാർട്ട്മെൻറ്റ്, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇതിൻ്റെ അകത്ത് അങ്ങനെ പാട്ടുകളൊന്നുമില്ല. രണ്ടാം ഭാഗത്ത് അങ്ങനെ വലുതായിട്ട് പാട്ടുകളൊന്നുമില്ല. ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഉണ്ട്. പിന്നെ പഴയ കുറച്ച് പാട്ടുകൾ അത് നല്ല വൃത്തിയായിട്ട് അത് റിമിക്സ് ചെയ്ത് അത് നല്ലപോലെ ഇറക്കിയിട്ടുണ്ട്. അതും ബ്യൂട്ടിഫുൾ ആണ്. പിന്നെ എടുത്തു പറയേണ്ടത് ഇതിൻ്റെ അകത്തെ വയലൻസ്. ഓ മാൻ, സ്കേറി വയലൻസ് എന്ന് പറയുന്ന പോലെ ഇറ്റ്സ് ഭയങ്കര വയലൻസ് ആണ്. ഭയങ്കര ഒരു സീനുണ്ട്, തലയൊക്കെ വെട്ടി ഫുട്ബോൾ കളിക്കുകയാണ്. ഫീഫയിലേക്ക് അവർ പ്രിപ്പയർ ചെയ്യുകയാണ്. അമ്മാതിരി സീൻസ് ആണ്. നിങ്ങൾ ഓർത്ത് നോക്കുക, ഇതുപോലെ സീൻസ് ഒന്നും ഞാൻ ഇതുവരെ ഫിലിംസിൽ ഞാൻ കണ്ടിട്ടില്ല. ഇത്രയും ഇന്ത്യൻ ഫിലിംസിൽ ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. തല കട്ട് ചെയ്ത് എടുത്തിട്ട് ഫുട്ബോൾ കളിക്കുന്ന സീൻ അത്രയ്ക്ക് ബ്രൂട്ടൽ, അത്രയ്ക്ക് വയലൻ്റ് ആയിട്ടുള്ള ഫിലിമാണ്. അതിൻ്റെ കാരണം ആ ഫിലിമിന് അങ്ങനെ പറ്റൂ. അത് ഇതുപോലെ ഒരു ഓപ്പറേഷൻ, ഇതുപോലെ എന്താ പറയുന്ന ഒരു ഇത്രയ്ക്ക് ഒരു സ്പൈ ബേസ്ഡ് ഒരു ത്രില്ലർ ഇങ്ങനത്തെ പടം ഇതേ പറ്റൂ. ഇതല്ലാതെ വേറെ ഇതില്ല. അല്ലാതെ തല തൊടാനൊന്നും പറ്റത്തില്ല. ഇങ്ങനത്തെ സീനാണെങ്കിൽ അത് തന്നെ കാണിക്കണം. അതിൻ്റെ അകത്ത് വേറെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പം ബ്യൂട്ടിഫുൾ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. എവ്രിബഡി ഹു ഹാസ് വർക്ക്ഡ് ഇൻ ദിസ് ഫിലിം ബ്യൂട്ടിഫുൾ. പിന്നെ ആകെ ഒരു നെഗറ്റീവ് മാത്രം പറയണോ വേണ്ടയോ എന്നുള്ളൊരു ഇതിലാണ്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ പൊളിറ്റിക്കൽ പാർട്ടിൻ്റെ കുറച്ച് ഒരു ഹൈപ്പുണ്ട്. കുറച്ചല്ല, അത്യാവശ്യം ഒരു ഹൈപ്പുണ്ട്. ആ ഒരു സീൻ മാത്രമേ ഉള്ളൂ എനിക്ക് തോന്നിയത്. അതിൻ്റെ ആവശ്യമുണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ ഇല്ല, എന്ത് വേണമെങ്കിലും പറയാം. സോ ഇറ്റ് ഈസ് മൈ ഒപ്പീനിയൻ. ഞാൻ കൂടുതൽ ഡെപ്തിലോട്ട് പോകുന്നില്ല. ആ ഒരു സീക്വൻസ്, ആ ഒരു ഭാഗങ്ങൾ മാത്രമേ എനിക്ക് എന്തോ ഒരു ഇതുപോലെ തോന്നിയുള്ളൂ. ബാക്കി റെസ്റ്റ് ഈസ് എവ്രിതിങ് ബ്യൂട്ടിഫുൾ വാട്ട് ആ മൂവി. അപ്പോൾ ഇനിയും നമുക്ക് അടുത്ത സിനിമ റിവ്യൂയിലേക്ക് കാണാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. എല്ലാവരും പടം കണ്ടിട്ട് കമൻറ്റിൽ ഇടുക, എങ്ങനെ പടം ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടില്ല നിങ്ങളുടെ ഒപ്പീനിയൻ ഇടുക. അപ്പം അടുത്ത വീഡിയോയിൽ കാണാം. അണ്ടിൽ ദെൻ ടേക്ക് കെയർ.